ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് പഠിച്ചു തുടങ്ങുന്നത് സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്. ഇപ്പൊ മാത്തമാറ്റിക്സിലെ സെഷൻ 1 നമ്മൾ കവർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ബേസിക് മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കെല്ലാം ബേസിക് മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്കൂൾ ലെവലിലൊക്കെ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ അല്ലെ. പലർക്കും എന്താണ്, പഠനം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞിട്ടായിരിക്കും പുതിയൊരു കോഴ്സ് എടുത്തിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ഒന്ന് ടച്ച് വിട്ട് പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും ഓൾറെഡി അറിയുന്നവർക്ക് ഒന്ന് റീഫ്രഷ് ചെയ്യാനും ഒക്കെ ഈ ഒരു ക്ലാസ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം, എന്താണ് ബേസിക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. വൈ മാത്തമാറ്റിക്സ് മാറ്റേഴ്സ് ഇൻ ഡെയിലി ലൈഫ് ആൻഡ് ടെക്നിക്കൽ ട്രേഡ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇപ്പൊ മാത്സുമായിട്ട് നമുക്ക് വലിയ എന്താണ് ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് മാത്സ് ഇഷ്ടമുള്ളവരും ഉണ്ടാവും, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും അല്ലെ. മാത്സ് ഒരു സബ്ജക്റ്റായി മാത്രം കാണുന്നവരും ഉണ്ടാവും അല്ലെ. എന്നാൽ പോലും നമ്മളിപ്പോ നമ്മളെ ഡെയിലി ലൈഫില് നമ്മള് ഇത് മാത്സുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ, അങ്ങനെയാണല്ലോ എന്ന് ചിന്തിച്ചില്ലെങ്കിൽ പോലും പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങളിൽ മാത്സ് കടന്നു വരുന്നുണ്ട് അല്ലെ. ഈവൻ നമ്മളൊരു ഗ്ലാസ് ചായ കുടിക്കുന്നതിലാണെങ്കിൽ പോലും അല്ലെ, ഒരു ഗ്ലാസ് ചായ എന്ന് പറയുമ്പോൾ തന്നെ ആ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര എമൗണ്ട് ഓഫ് ചായപ്പൊടി യൂസ് ചെയ്തു അല്ലെ, സം എമൗണ്ട് ഓഫ് മിൽക്ക് യൂസ് ചെയ്തു അല്ലെ, ആ ഗ്ലാസ്സിൽ ഇത്ര മാത്രം ചായ കൊള്ളും, ആ ഗ്ലാസിന്റെ ഷേപ്പ് എന്താണ്, അതെല്ലാം മാത്സുമായി റിലേറ്റഡ് ആണ് അല്ലെ. ഇനിയിപ്പോ അതേപോലെ നമ്മളെ വീട്ടിലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരാഴ്ചത്തെ ചെലവ് കണക്കാക്കുക അല്ലെ. ഇപ്പൊ എന്താണ്, ഇത്ര പൈസയായിരുന്നു നമുക്ക് വരുമാനം ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് ഇത്ര ചെലവായി, അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ നടത്താറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പറയാം നമ്മൾ ഡെയിലി ലൈഫിൽ ഇപ്പൊ ടെക്നിക്കൽ ട്രേഡ്സിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡീസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഓരോ ഹയർ ലെവൽസിലേക്ക് ചെല്ലുമ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിലും അല്ലെ, ഏത് ഫീൽഡിലാണെങ്കിലും കാൽക്കുലേഷൻസ് ആവശ്യമുണ്ട് അല്ലെ. ഡിസൈൻ ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് ആവശ്യമുണ്ട്, അതിലെല്ലാം നമ്മൾ മാത്സ് യൂസ് ചെയ്യുന്നില്ലേ അല്ലെ. അപ്പൊ നമുക്ക് പറയാം എന്ത്, മാത്സ് എന്ന് പറയുന്നത് നമ്മള് സിനിമയിൽ തിലകൻ ചേട്ടൻ പറഞ്ഞതുപോലെ മാത്സ് എന്ന് പറയുന്നത് ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനം പോലും മാത്സിലാണ് അല്ലെ. നമ്മളെ എല്ലാ ഡെയിലി ആക്ടിവിറ്റീസിലും ഇപ്പൊ പഠിക്കുന്ന കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് എന്താണ്, മാത്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ ആർക്കും സംശയമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ഈ ബേസിക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഇപ്പൊ മാത്സ് എന്താണ്, മാത്സിൽ ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്താത്ത ഒരു സാധാരണ കുട്ടീനോട് നമ്മൾ എന്താ മാത്സ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും കുട്ടികൾ പറയുന്നുണ്ടാവുക? ആ, മാത്സ് എന്ന് പറയുന്നത് എന്താ, കുറെ ആഡ് ചെയ്യാനും അഡീഷനും അതിൽ കുറെ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ ഉണ്ടെന്ന് പറയും അല്ലെ. അപ്പൊ ഈ ഓപ്പറേഷൻസ് എല്ലാം എന്തിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്? ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സിനെ വെച്ചിട്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ, സ്റ്റഡി ഓഫ് നമ്പേഴ്സ് എന്നത് മാത്സിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് അല്ലെ. നമ്പേഴ്സ് എന്ന് പറയുന്നത് മാത്സിലെ പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം മാത്തമാറ്റിക്സിലെ ബേസിക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു അല്ലെ. അതേപോലെ 4 ഓപ്പറേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ 4 ഓപ്പറേഷൻസ്? മാത്സിൽ നമ്മൾ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡ്രോയിങ്സ് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. എങ്കിൽ പോലും ഇതൊക്കെ ചെയ്യുന്നതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് കാര്യങ്ങൾ എന്താണ്? ഈ നമ്പേഴ്സിനെ വെച്ചിട്ട് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ നടത്തുക, ഡിവിഷൻ നടത്തുക അല്ലെ. അപ്പൊ നമുക്ക് പറയാം കോർ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്, സച്ച് ആസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. പിന്നെ നമുക്ക് പറയാം മാത്സ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഫോർ ഗ്രോത്ത് കൂടിയാണ് അല്ലെ. നമുക്ക് ഏത് ഫീൽഡ് എടുത്തെന്നാലും നമ്മൾ അതില് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലെല്ലാം മാത്സ് ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ. ഈ മാത്സ് അല്ലെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള മാത്സ് ഈ 4 ഓപ്പറേഷൻസും ഈ നമ്പേഴ്സും യൂസ് ചെയ്തിട്ടുള്ള ഈ ബേസിക് മാത്സിനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയെടുക്കുക അല്ലെ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് പറയാം എന്താണ് ബേസിക് മാത്തമാറ്റിക്സ് എന്ന് ചോദിച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് നമ്പേഴ്സ്, 4 ഓപ്പറേഷൻസ് ആൻഡ് ഫൗണ്ടേഷൻ ഫോർ ഗ്രോത്ത്. ഇവയ്ക്കെല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എന്ത്, ബേസിക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇനി നമുക്ക് നോക്കാം
ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, നമ്പേഴ്സിന് മാത്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ, നമ്പേഴ്സിന്. അപ്പൊ ഈ നമ്പേഴ്സുകള് ഏതെല്ലാം തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട് അല്ലെ? ചിലപ്പോ നമ്മള് നമ്പറുകളെ എണ്ണൽ സംഖ്യകളായിട്ട് 1 2 3 എന്ന് പറഞ്ഞ് നമ്മള് കൗണ്ട് ചെയ്ത് പോകാറുണ്ട് അല്ലെ. ചില ആവശ്യങ്ങളിൽ നമുക്ക് നമ്പേഴ്സിന്റെ കൂടെ നമ്മൾ സീറോ ആഡ് ചെയ്യും അല്ലെ. നമുക്ക് സീറോ, ഇപ്പൊ ഒരു ആബ്സെന്റ് മാർക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ സീറോ ആയിരിക്കും യൂസ് ചെയ്യുക അല്ലെ. ഇനി ചില കേസിൽ ഈ നെഗറ്റീവ് നമ്പറുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. ഇപ്പൊ നമ്മള് തണുപ്പൊക്കെ -ഡിഗ്രിയിലാണെന്ന് പറയാം അല്ലെ. -ഡിഗ്രിയിൽ ടെമ്പറേച്ചർ നമ്മള് മാർക്ക് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പലവിധ ആപ്ലിക്കേഷൻസിൽ നമുക്ക് നെഗറ്റീവ് സംഖ്യകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ചില കേസിൽ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പം പൈന്റെ വാല്യൂ എത്രയാ? 3.14 അല്ലെ. അങ്ങനെയുള്ള ദശാംശ സംഖ്യകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വരും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി അറിയാതെ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ എന്താണ്, ഓരോ ടൈപ്പ് നമ്പേഴ്സ് ആണ്, ഓരോ ടൈപ്പ് നമ്പർ ഫാമിലിയിൽ വരുന്ന നമ്പേഴ്സ് ആണ്. അപ്പൊ അതാണ് നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ പഠിക്കുന്നത്. മെയിൻ ആയിട്ട് 6 ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം ആണുള്ളത്. അതിൽ ആദ്യത്തെ 3 ആൾക്കാരെ നമുക്ക് നോക്കാം. ആദ്യത്തെ 3 ആൾക്കാരില് ആദ്യം നമ്മൾ നോക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, സ്വാഭാവിക സംഖ്യകൾ. അപ്പൊ ഈ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എന്താണ് ഈ സ്വാഭാവിക സംഖ്യകൾ എന്ന് പറഞ്ഞാല്, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണൽ സംഖ്യകൾ ഉണ്ടാവില്ലേ, 1 2 3 4 5 അങ്ങനെ നമ്മള് എണ്ണി പോകുന്ന നമ്പറുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നമ്പറുകളെയാണ് നമ്മള് സ്വാഭാവിക സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആ നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്ന പോലെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ എന്താ, നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ അല്ലെ. അതിനാണ് നമ്മള് നാച്ചുറൽ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത കേസ് വരുക ഹോൾ നമ്പേഴ്സ്. അപ്പൊ നമ്മള് ഓൾറെഡി ഇപ്പം നാച്ചുറൽ നമ്പർ നമ്മൾ പറഞ്ഞു അല്ലെ, 1 2 3 എക്സെട്ര എന്ന് പറഞ്ഞ അങ്ങനെ ഒരു എണ്ണി പോകുന്ന ടൈപ്പ് നമ്പറുകളാണ്. ഞാൻ അതിന്റെ കൂടെ ഒരു സീറോയിനെ കൂടി ഉൾപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഈ ടൈപ്പ് നമ്പറുകൾ, അതായത് സീറോയും കൂടി ഉൾപ്പെടുന്ന നമ്പർ സീരീസ്, 0 തൊട്ട് തുടങ്ങി ഇൻഫിനിറ്റി വരെ പോകുന്ന ആ ഒരു നമ്പർ സീരീസിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ മലയാളം അഖണ്ഡ സംഖ്യകൾ എന്നാണ്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ W എന്ന് പറയുന്ന ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരാം, പൂർണ്ണ സംഖ്യകള്. അപ്പൊ ഇവിടെ നമ്മൾ 0 എടുത്തു, 1 2 3 എന്ന് പറയുന്ന പോസിറ്റീവ് സംഖ്യകൾ എടുത്തു. ഇനി നെഗറ്റീവ് സംഖ്യകളും ഉണ്ടല്ലേ. നെഗറ്റീവ് സംഖ്യകളിൽ 0യ്ക്ക് ബാക്കിലേക്ക് നമ്മൾ നെഗറ്റീവ് സംഖ്യകളും കൂടി എടുക്കുവാണെങ്കിൽ ഈ ഒരു മൊത്തം ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് എന്ത്, പൂർണ്ണ സംഖ്യകൾ അല്ലെങ്കിൽ ഇന്റിജേഴ്സ് എന്ന് പറയും. Z എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഖ്യകൾ നമ്മൾ നോട്ടേറ്റ് ചെയ്യുക. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്, ഈ 3 ആൾക്കാർ നിങ്ങളുടെ കയ്യിലായില്ലേ? ആയില്ലേ? അപ്പൊ നമുക്കിനി അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. അടുത്ത ഗ്രൂപ്പ് ആരൊക്കെയാണെന്ന് നോക്കാം. ഇത് റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ് ആൻഡ് റിയൽ നമ്പേഴ്സ്. എന്താണ് ഈ റാഷണൽ നമ്പേഴ്സ്? അനുപാത സംഖ്യകൾ എന്ന് പറയുന്നത് അല്ലെ. അനുപാത സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തേലും ഒരു അനുപാതത്തിൽ നമ്മൾ എഴുതുവാണ് അല്ലെ. അനുപാതത്തിൽ എഴുതുമ്പോ നമുക്ക് എന്താണ് ഈ അനുപാതം എന്ന് പറഞ്ഞാല്, അനുപാതം ഇപ്പൊ നമ്മള് ജനറൽ പറഞ്ഞാല് P/Q ഫോമിൽ എഴുതുന്ന സംഖ്യകൾ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറില്ലേ, ഹര 1/2 അല്ലെ, 1/4, കാല്, അങ്ങനെയെല്ലാം റെപ്രസെന്റ് ചെയ്യാറില്ലേ. ഏതൊരു അംശവും ഛേദവും ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ രീതിയിൽ P/Q ഫോമില് റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനുപാത സംഖ്യകൾ എന്ന് പറയുന്നത്. P/Q ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറുകളെയാണ് നമ്മൾ അനുപാത സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ അനുപാത സംഖ്യകളുടെ കേസില് ഒരു സംഖ്യ അനുപാത സംഖ്യ ആകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്തായിരിക്കും ആ കണ്ടീഷൻ പറയാൻ പറ്റുമോ? ഞാനിപ്പോ ഒരു സംഖ്യ എഴുതി 5/0, ഇതൊരു അനുപാത സംഖ്യയാണോ? അല്ല അല്ലെ. ഇതിനൊരു പ്രത്യേകിച്ച് ഒരു അനുപാത സംഖ്യയായിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ നമുക്കൊരു പോസിറ്റീവ് സംഖ്യ 5 ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ മതി അല്ലെ.
അല്ലെങ്കിൽ 5നെ 0 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? P/Q ഫോമിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ Q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഒരു സംഖ്യ അനുപാത സംഖ്യ ആവണമെങ്കിൽ Q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്ന സംഖ്യകളാണ് അനുപാത സംഖ്യകൾ, വേർ Q നോട്ട് ഈക്വൽ ടു 0യും ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അനുപാത സംഖ്യകൾ എന്താണെന്നുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അനുപാതരഹിത സംഖ്യകൾ. അനുപാതരഹിത സംഖ്യകൾ എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി. ഇറാഷണൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. I എന്ന് പറഞ്ഞാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അനുപാതരഹിത സംഖ്യകളാണ്, അല്ലെ? അപ്പൊ എന്താണ്? ഇവരെ നമുക്ക് ഈ P/Q ഫോമിൽ എഴുതാൻ പറ്റൂല, അല്ലെ? അപ്പൊ നമ്മൾ അവരെ ദശാംശ സംഖ്യകളായിട്ടായിരിക്കും എഴുതുന്നുണ്ടാവുക. അപ്പം പൈ എന്ന് പറയുന്ന വാല്യൂ 3.14 നമ്മൾ എടുക്കും, അല്ലെ? 3.14. ഇതിനെ നമുക്ക് ഈ പൈ വാല്യൂവിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത്തരത്തിലുള്ള സംഖ്യകളെയാണ് നമ്മൾ അനുപാത രഹിത സംഖ്യകൾ. എന്താണ്? ദാറ്റ് നമ്പേഴ്സ് കാനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് സിമ്പിൾ ഫ്രാക്ഷൻ. സിമ്പിൾ ഫ്രാക്ഷൻ ആയി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, റിയൽ നമ്പർ, യഥാർത്ഥ സംഖ്യകൾ R എന്ന് പറയുന്ന നൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയൊക്കെ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് പറഞ്ഞൂടെ എന്തായിരിക്കും ഈ റിയൽ നമ്പർ, യഥാർത്ഥ സംഖ്യകൾ, അല്ലെ? ശരിക്കുള്ള സംഖ്യകൾ, അല്ലെ? ഈ സംഖ്യകൾ, യഥാർത്ഥ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു നമ്പർ ലൈൻ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ എല്ലാ നമ്മളിപ്പോ ഈ പഠിച്ച എല്ലാ നമ്പേഴ്സിനെയും ആ നമ്പർ ലൈൻ കവർ ചെയ്യും. അതായത് അതിൽ ഇന്റീജേഴ്സ് ഉണ്ടാകും, നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാകും. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് പറയാം. അതിൽ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാകും, സീറോയും കൂടി ഉൾപ്പെട്ട ഹോൾ നമ്പേഴ്സ് ഉണ്ടാകും, പിന്നെന്താണ്, നെഗറ്റീവ് നമ്പർ കൂടി ഉൾപ്പെട്ട ഇന്റീജേഴ്സ് ഉണ്ടാകും, P/Q ഫോമിലുള്ള റാഷണൽ നമ്പേഴ്സ് ഉണ്ടാകും, അതേപോലെ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ടാകും. ഇവരെല്ലാവരും കൂടി ചേർന്ന ആ ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു നമ്പർ ലൈനെയാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എന്താണ്, ഇത്രയേ ഉള്ളൂ. 6 ടൈപ്സ് ഉണ്ട്. അതിന്റെയൊക്കെ നൊട്ടേഷൻ, അതിന്റെയൊക്കെ മീനിങ് എന്താണ് എന്നൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കേസിലേക്ക് പോകുന്നതിന് മുമ്പ് ഓൾറെഡി നമ്മൾ പറഞ്ഞു സിമ്പിൾ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാത്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. അത് എന്ന് പറയുന്നത് ഈ പറയുന്ന ബേസിക് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ആണ്, അല്ലെ? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ഇവയാണ് ബേസിക് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് എന്നും നിങ്ങൾക്കറിയാം. അത് ചെയ്യാനും നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെ? നമ്മളിനി സ്കൂൾ ക്ലാസ്സുകളിലേക്കൊന്നും പോകണ്ടല്ലോ. എന്താണ്, സാധാരണയായിട്ടുള്ള നമ്പറുകളെ ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെ? അപ്പോ എവിടെയാണ് നമുക്ക് പ്രശ്നം വരിക? പ്രശ്നം വരുന്നത് ഈ പറയുന്ന നമ്പറുകളൊക്കെ ഡിഫറെന്റ് സൈനിൽ വരുമ്പോഴാണ്. ഡിഫറെന്റ് സൈനിൽ വരുമ്പോൾ പോസിറ്റീവും തമ്മിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അല്ലെ? അങ്ങനെയുള്ള ഡൗട്ടുകൾ നമുക്ക് വരും. അപ്പൊ അത് നമ്മളൊന്ന് ഉറപ്പിക്കുക. ബേസിക് പഠിക്കുമ്പോൾ അതൊക്കെ ആ ഒരു റൂൾസ് ഒക്കെ നമ്മളൊന്ന് ഉറപ്പിച്ച് വെച്ചേക്കുക. അത് റൂൾസ് ആയിട്ടൊന്നും നമുക്ക് എക്സാം ഇതിൽ ചോദിക്കില്ലെങ്കിലും അതിന്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇങ്ങനെ എന്താണ് നമ്പേഴ്സുകൾ, ഡിഫറെന്റ് സൈനിലുള്ള നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ അറിയണം, അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഡിവിഷനും ഡിഫറെന്റ് സൈൻസ് വന്നാല് എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നോക്കാം. ഇപ്പം പോസിറ്റീവ് നമ്പറുകളുടെ കേസിലും എല്ലാ കേസിലും, അഡീഷന്റെ കേസിലും സബ്ട്രാക്ഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ, അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആണ്. 2 പോസിറ്റീവ് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്താലും 2 പോസിറ്റീവ് നമ്പറുകൾ തമ്മിൽ സബ്ട്രാക്ഷൻ കുറച്ചാലും 2 പോസിറ്റീവ് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ഗുണനം ചെയ്താലും 2 പോസിറ്റീവ് നമ്പറുകൾ തമ്മിൽ ഹരിച്ചാലും ഉത്തരം എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി നമുക്ക് അധികം ചിന്തിച്ച് തല പോയിക്കണ്ട. ഇനി അടുത്തത് എന്താണ്?
നെഗറ്റീവിലേക്ക് വന്നു. രണ്ട് നെഗറ്റീവ് നമ്പറുകളെ തമ്മിൽ ആഡ് ചെയ്താല് ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. ഇതൊരു റൂളാണ് അല്ലെ. രണ്ട് നെഗറ്റീവ് നമ്പറുകളെ തമ്മിൽ ആഡ് ചെയ്തെന്നാല് അതിനെ ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നെഗറ്റീവ് സൈൻ കൊടുക്കുക അല്ലെ. ഇനി രണ്ട് നെഗറ്റീവ് സംഖ്യകളെ തമ്മിൽ സബ്ട്രാക്ഷൻ ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ഈ രണ്ടാമത്തെ നെഗറ്റീവ് അല്ലെ, രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് ഓഫ് മൈനസ് എന്നാണ് മാറുക അല്ലെ. ഇപ്പൊ -10 -10 -3 -10 കുറയ്ക്കണം -3 അല്ലെ. അപ്പൊ ഇവിടെ ഈ മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുന്നത് എന്തായി മാറും, പ്ലസ് ആയി മാറും. അപ്പൊ ഈ സംഖ്യ എന്തായി, ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയുമായി മാറി അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന കേസ് ഇതെന്താണ്, അഡീഷൻ ആണ് അല്ലെ. ഡിഫറന്റ് സൈനിലുള്ള രണ്ട് സംഖ്യകളുടെ അഡീഷൻ ആണ് അല്ലെ. എന്താണ് അവിടെ റൂള് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, വ്യത്യസ്തമായ സൈനുകളോടുകൂടി രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യാൻ വന്നാല് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അവരുടെ ഡിഫറൻസ് കാണുക, എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഇവരുടെ ഡിഫറൻസ് 7 ആണ് അല്ലെ, വലിയ സംഖ്യ 10 ആണ്, 10ന്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നെഗറ്റീവ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ രണ്ട് നെഗറ്റീവ് സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താല് ഉത്തരം എന്താണ്, പോസിറ്റീവ് ആയിരിക്കും. രണ്ട് നെഗറ്റീവ് സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം പോസിറ്റീവ് ആണ്. അതേപോലെ രണ്ട് നെഗറ്റീവ് സംഖ്യകളെ തമ്മിൽ ഡിവിഷൻ ചെയ്താലും ഉത്തരം പോസിറ്റീവ് ആണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും ഡിവിഷന്റെ കേസിലും നെഗറ്റീവ് സംഖ്യകളാണ് വരുന്നതെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആണ്. ഓക്കെ അല്ലെ. ഇനി അടുത്ത കേസ് എന്താണ്, ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും തമ്മിൽ നമ്മൾ നമുക്ക് ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓൾറെഡി അതൊന്നും ഇപ്പൊ പറഞ്ഞു നിർത്തിയതാണ് അല്ലെ. എന്താണ് ആ റൂള്, ഒരു സംഖ്യ പോസിറ്റീവും മറ്റൊരു സംഖ്യ നെഗറ്റീവും ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവ തമ്മിലുള്ള ഡിഫറൻസ് കാണുക, വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പൊ അത് സോൾവ് ആയേ. ഇനി ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. അത് ഡിവിഷന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഈക്വൽ ടു നെഗറ്റീവ്, നെഗറ്റീവ് ഡിവൈഡഡ് ബൈ പോസിറ്റീവ് ഈക്വൽ ടു നെഗറ്റീവ് ആണ് അല്ലെ. അതേപോലെ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവും നെഗറ്റീവ് ആണ്. ഇപ്പൊ ഡിവിഷന്റെ കേസിൽ പോസിറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഉത്തരം എന്ത് തന്നെയായിരിക്കും, ഉത്തരം നെഗറ്റീവ് തന്നെയായിരിക്കും. ഓക്കെ, ഒരു പോസിറ്റീവായ ഒരാളുടെ കൂടെ ഒരു നെഗറ്റീവായ ആള് വന്നിട്ട് പോസിറ്റീവായ ആളെയും കൂടി എന്താക്കി മാറ്റി, നെഗറ്റീവ് ആക്കി മാറ്റി. അങ്ങനെ ചിന്തിച്ചാലും മതി കേട്ടോ. അപ്പൊ ഇത്രയാണ് എന്ത്, ബേസിക് ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള റൂൾസ്. എങ്ങനെയാണ്, പോസിറ്റീവും നെഗറ്റീവും നമ്പേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം റൂളായിട്ട് ഓർത്തിരിക്കണമെന്നില്ല അല്ലെ, അതിന്റെ ടിപ്സ് ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഒന്നൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം, അന്നേരം നമുക്ക് എന്താണ് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, അപ്പോ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഏതൊക്കെ എക്സാമ്പിൾ ആണ്, അഡീഷൻ ഉണ്ട് അല്ലെ, അഡീഷൻ ഉണ്ട്, അതേപോലെ സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അതേപോലെ ഡിവിഷനും ഉണ്ട് അല്ലെ. നമുക്ക് നോക്കാം ആഡ് ചെയ്യുമ്പം എന്തൊക്കെയാണ് വരുന്നത് നോക്കാലോ. ആഡ് ചെയ്യുമ്പോ നിങ്ങൾ ഒരു എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് എടുക്കുകയാണെങ്കിൽ, എക്സാമ്പിള് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പൊ എല്ലാത്തിനും ഒരേ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 4ഉം 2ഉം, ഞാൻ അങ്ങനെ രണ്ട് എക്സാമ്പിൾ എടുക്കുകയാണ്, രണ്ട് സംഖ്യകൾ എടുക്കുകയാണ്, ആഡ് ചെയ്യുവാണേ. രണ്ട് പോസിറ്റീവ് സംഖ്യകളെ തമ്മിൽ ആഡ് ചെയ്തു, എനിക്ക് ഉത്തരം കിട്ടി പോസിറ്റീവ് സംഖ്യ തന്നെ. രണ്ട് നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യകളെ തമ്മിൽ കുറച്ചു, സബ്ട്രാക്ഷൻ നടത്തി, ഉത്തരം കിട്ടി എന്ത്, പോസിറ്റീവ് സംഖ്യ തന്നെ. ഇനി രണ്ട് പോസിറ്റീവ് സംഖ്യകളെ തമ്മിൽ ഞാൻ ഗുണിച്ചു, മൾട്ടിപ്ലിക്കേഷൻ നടത്തി, ഉത്തരം എന്ത് തന്നെ, പോസിറ്റീവ് തന്നെ അല്ലെ. ഇനി രണ്ട് പോസിറ്റീവ് സംഖ്യകളെ തമ്മിൽ ഞാൻ ഡിവിഷൻ ചെയ്തു, എനിക്ക് കിട്ടിയ ഉത്തരം പോസിറ്റീവ് തന്നെ. അപ്പൊ പോസിറ്റീവിന്റെ കേസിൽ
ഒന്നും ചിന്തിക്കാനില്ല. രണ്ട് നമ്പറും പോസിറ്റീവ് ആയാലും ഉത്തരവും പോസിറ്റീവ് ആണ് എല്ലാ കേസിലും, അല്ലെ? ഇനി നമ്മൾ അടുത്ത കേസിലേക്ക് പോവുകയാണെ. രണ്ട് നെഗറ്റീവ് നമ്പറുകൾ. എന്റെ കയ്യിൽ -4 എന്ന് പറയുന്ന നെഗറ്റീവ് നമ്പറും -2 എന്ന് പറയുന്ന നെഗറ്റീവ് നമ്പറും ഉണ്ട്. എനിക്ക് -4 പ്ലസ് -2 ചെയ്യണം. എന്റെ ഉത്തരം എന്ത് തന്നെയായിരിക്കും? ഞാൻ അതിനെ തമ്മിൽ ആഡ് ചെയ്തു, 6 എന്ന് എനിക്ക് കിട്ടി. പക്ഷെ അതിന്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആയിരിക്കും, അല്ലെ? രണ്ട് നെഗറ്റീവ് സംഖ്യകളെ തമ്മിൽ ആഡ് ചെയ്താൽ ഉത്തരം നെഗറ്റീവ് ആണ്. ഇനി സബ്ട്രാക്ഷൻ നടത്തിയാലോ? -4 -2, അല്ലെ? അപ്പൊ ഇവിടെ എന്തായി മാറും? ഈ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി മാറില്ലേ? അപ്പൊ എന്തായി മാറും? -4 + 2 എന്നായി മാറും, അല്ലെ? -4 + 2 എന്താണ്? ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും തമ്മിൽ ആഡ് ചെയ്യേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? ആദ്യം അവരുടെ ഡിഫറൻസ് കാണണം, അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യണം? വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. ഇവിടെ വലുതാരാ? 4. 4ന്റെ സൈൻ എന്താണ്? മൈനസ് ആണ്, അല്ലെ? അവിടെ നമുക്ക് മൈനസ് കിട്ടി, -2 എന്ന് കിട്ടി. ഇനി മൾട്ടിപ്ലിക്കേഷൻ കേസിൽ വരുവാണ്. -4 × -2, അല്ലെ? ഇതാണ് ഉത്തരം. രണ്ട് നെഗറ്റീവ് സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഡിവിഷന്റെ കേസിൽ -4/-2, അല്ലെ? ഇവിടെ നെഗറ്റീവും കട്ടായി പോയി, അല്ലെ? 4/2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടിയേ. എന്താണ് ഇത് മീൻ ചെയ്തത്? ബൈ റൂൾ ആണെങ്കിൽ ഇത് എങ്ങനെ പറയാം? രണ്ട് നെഗറ്റീവ് സംഖ്യകളെ തമ്മിൽ ഹരിച്ചാൽ ഉത്തരം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, അല്ലെ? അപ്പം പോസിറ്റീവും നെഗറ്റീവിന്റെയും കേസ് കഴിഞ്ഞു. ഇനി ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും തമ്മിൽ ആഡ് ചെയ്തു. എന്താ പറഞ്ഞത്? അവ തമ്മിലുള്ള ഡിഫറൻസ് കാണുക, വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക, അല്ലെ? ഒരു പോസിറ്റീവ് സംഖ്യയും മറ്റൊരു നെഗറ്റീവ് സംഖ്യയും, അല്ല, ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും തമ്മിൽ എന്ത് ചെയ്തു? സബ്ട്രാക്ഷൻ നടത്തി, അല്ലെ? -4 -2. -4 -2 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഏതേ ഉള്ളൂ? ഒരു സംഖ്യയേ ഉള്ളൂ മൈനസ് ആയിട്ട്, അല്ലെ? മൈനസ് ആയിട്ട് 4 മാത്രമേ ഉള്ളൂ. 2 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സംഖ്യയാണ്, അല്ലെ? അപ്പൊ എന്താണ് വരിക? -6, അല്ലെ? അവ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതില് നെഗറ്റീവ് സൈൻ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക, അല്ലെ? -4 -2. ഇനിയിപ്പോ നേരെ തിരിച്ചായിരുന്നെങ്കിൽ നമ്മൾ ഈ കേസ് കണ്ടോ? -4 -2 ആയിരുന്നെങ്കിൽ എന്താണ്? ഈ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി മാറുക. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്ത കേസ്, ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് കിട്ടിയ ഉത്തരം നെഗറ്റീവ് ആണ്. അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ അടുത്തേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളെ പറഞ്ഞയച്ച് അവരെന്ത് ചെയ്തു? മറ്റേ ആളെ നെഗറ്റീവ് ആക്കി എടുത്തു, അല്ലെ? ഇനി ഡിവിഷന്റെ കേസിൽ നോക്ക്. -4/2. നമുക്ക് ഉത്തരം എത്രയായിരിക്കും? 2 ആയിരിക്കും. പക്ഷെ സൈൻ എന്താണ്? മൈനസ് ആണ്. ഡിവിഷന്റെ കേസിലും മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും ഈ ഒരു സംഗതി സെയിം തന്നെയാണ്, അല്ലെ? അപ്പം ഇത്രയുമാണ്. ഇനി രണ്ടും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കേസും കൂടി ഉണ്ട്, അല്ലെ? -4 പ്ലസ്, അതായത് രണ്ടും നെഗറ്റീവ് ആയിട്ടുള്ള ഈ കേസ് നമ്മൾ പറഞ്ഞില്ല, അതിനാണ് ഇതൊന്നും കൂടി പറയുന്നത്. -4 + -2 = -6 ആന്ന് പറഞ്ഞു, അല്ലെ? ഇനി -4 × -2 ആണെങ്കിലോ? രണ്ട് നെഗറ്റീവ് സംഖ്യകളെ തമ്മിൽ ഇൻഡു ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിനെ തമ്മിൽ ഇൻഡു ചെയ്യുക, അത് പ്ലസ് ആയിരിക്കും. രണ്ട് നെഗറ്റീവ് ഒരു പോസിറ്റീവ് ആയ ഒരാളുടെ കൂടെ നെഗറ്റീവ് ആയ ആൾ ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? അവര് നെഗറ്റീവായി മാറുന്നത്, അല്ലെ? രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? അവര് തമ്മിൽ അടിയാക്കി അവര് പോസിറ്റീവായി മാറി. -4 × -2 = 8 എന്ന് കിട്ടി. ഇനി സോറി, ഇത് സബ്ട്രാക്ഷന്റെ കേസ് അല്ലേ നമ്മൾ പറഞ്ഞത്? ഇത് സബ്ട്രാക്ഷന്റെ കേസ് അല്ല കേട്ടോ, ഇത് മൾട്ടിപ്ലിക്കേഷന്റെ കേസ് അല്ലേ? സബ്ട്രാക്ഷന്റെ കേസിലാണെങ്കിലോ -4 -2, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അല്ലെ? മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി മാറുന്നു പറഞ്ഞു, അല്ലെ? ഇനി ഡിവിഷന്റെ കേസിൽ രണ്ടും മൈനസ് ആണെങ്കിലോ -4 / -2, അല്ലെ? അങ്ങനെ വരുമ്പോ എന്താ? ഈ മൈനസും ഈ മൈനസും കട്ടായി പോവും. ഉത്തരം എന്താണ്? പോസിറ്റീവ് ആയിരിക്കും, അല്ലെ? ഇപ്പൊ രണ്ട് നെഗറ്റീവ് സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും രണ്ട് നെഗറ്റീവ് സംഖ്യകളെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴും ഉത്തരം പോസിറ്റീവായി മാറും. അപ്പൊ ഇത്രയാണെന്ത്? ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. ഡിഫറെന്റ് സൈൻസ് വന്നാല് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്.
അപ്പൊ ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ നമുക്ക് തീർന്നില്ല, എന്ത് ചെയ്യണം, കുറച്ചുകൂടി പ്രോബ്ലംസ്, അഡീഷണൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്ത് നോക്കാൻ വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്തു നോക്കുക. ആപ്പില് സെഷൻ വൈസ് ക്ലാസിന്റെ കൂടെ എന്തുണ്ടാവും, നോട്ട്സും കൂടി അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് എടുത്തിട്ട് ഇത് 1 by 1 ആയിട്ട് സ്റ്റെപ്സ് ചെയ്ത് നോക്കുക. നമ്മളെ റൂളൊക്കെ ഇതിൽ ആപ്ലിക്കബിൾ ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷൻ 1 ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോ പുതിയൊരു സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.